രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്, കേരള നാട്, എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി, അങ്ങനെ പല പല കാര്യങ്ങൾ പറയും. ഫുഡിനും പല പല കാര്യങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആണ്. പലതരം ഫുഡുകൾക്കും നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, നല്ല നാടൻ അപ്പവും ഇടിയപ്പവും പുട്ടും ഇതൊന്നും മറുനാട്ടിൽ കിട്ടത്തില്ല. ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ച് പോയവരേ ഉള്ളൂ ഇപ്പോൾ അത് കോപ്പി ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മുടെ പുട്ടിന് തന്നെ പല വെറൈറ്റി ഉണ്ട്. അരിപ്പുട്ടുണ്ട്, ഗോതമ്പ് പുട്ടുണ്ട്, റവ പുട്ടുണ്ട്, പിന്നെ നമ്മൾ നൂൽപുട്ടുണ്ടാക്കും. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മുടെ അജിത് എന്നൊരു പുതിയ പുട്ടുമായിട്ട് അറിയിരിക്കുക. കേട്ടാൽ വളരെ വിചിത്രം എന്ന നല്ല കൗതുകം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കഴിക്കാനുള്ള ആകാംക്ഷ എനിക്ക് കൂടിയിട്ടുണ്ട്. മറ്റൊന്നല്ല, നോൺ വെജ് പ്രേമികൾക്ക് ഒരു പുതിയ പുട്ടും കൂടെ എത്തിയിട്ടുണ്ട്, ചിക്കൻ പുട്ട്. അപ്പോൾ ഈ ചിക്കൻ പുട്ട് എന്താ, എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചേർത്താ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അജിതോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അജിത, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് അജിത് തന്നെ ഉണ്ടാക്കിയതാണ്. എന്ന് കേട്ടോ, ഈ നാട്ടിലും മറുനാട്ടിലും അക്കരക്കരയിലോ ഇക്കരക്കരയിലോ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഒരു റെയർ പുട്ടാണിത്, ചിക്കൻ പുട്ട്. അപ്പം ഇങ്ങനത്തെ റെയർ തോട്ട്സ് ഉള്ളത് ഇദ്ദേഹത്തിനാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, വളരെ കോമ്പിനേഷൻ ചിന്തിക്കും. അത് എന്താ പറയുക, വീട്ടിൽ പ്രയത്നിക്കുമല്ലേ, പ്രയോഗിക്കും. അതെ, പ്രയോഗിച്ചു നോക്കും. എന്നിട്ട് ഇവിടെ വന്ന് നമുക്കും പറഞ്ഞു തരും. അപ്പം അങ്ങനെയുള്ള നല്ല കുട്ടിയാട്ടോ. നന്നായിട്ടൊക്കെ ഇതിനു വേണ്ടി അധ്വാനിക്കും. നമ്മുടെ രുചിഭേദത്തിന് വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്തും അത് നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്ന് നമുക്കൊരു റെയർ പുട്ടായിട്ടാണ് അജിത വന്നേക്കുന്നത്. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ദശയുള്ള ചിക്കൻ പീസസ്, പുട്ടുപ്പൊടി ആവശ്യത്തിന്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, നാളികേരം, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, വെളിച്ചെണ്ണ. പിന്നെ ഇത് നമുക്ക് അരച്ചും പൊടിച്ചും ഒക്കെ ചേർക്കാനുള്ള ആവശ്യത്തിന് മിക്സി, കുക്കറും, നമ്മൾ എന്താ പറയുക, എല്ലാ ഐറ്റം വേണം. ഇത് കുറച്ച് അധ്വാനം കൂടുതൽ. ചിക്കൻ വേവിക്കാൻ വേണ്ടി നമുക്ക് കുക്കർ വേണം, പുട്ട് മേക്കർ വേണം. പുട്ടുണ്ടാക്കണമെങ്കിൽ അതില്ലാതെ പറ്റില്ല. പിന്നെ ഒരു പാൻ, ഇതൊക്കെ വഴറ്റിയെടുക്കാൻ. അപ്പം ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഒരു 4 ഘട്ടമുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കാം. തുടങ്ങാം. ആദ്യം കുക്കർ ചിക്കൻ വേവിക്കാം. ഒന്നാം ഘട്ടം ചിക്കൻ വേവിക്കാനാണ്. ചിക്കൻ നല്ല നല്ല പീസസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടട്ടെ, നിക്ഷേപിക്കാം. ഇതിലേക്ക് ഉപ്പിടാം, കുരുമുളക് പൊടി, ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു സ്പൂൺ മതി അല്ലേ? ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം. അതോ കുറച്ച് വെള്ളം മതി അല്ലേ? അത്യാവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ട്. ബാക്കി നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം. ഒന്ന് ഫ്ലോട്ട് ചെയ്യാൻ മതി അല്ലേ? അത്യാവശ്യം ഒരു അടിഭാഗം ഒന്ന് നനഞ്ഞിരിക്കാനായിട്ട്. അധികം ഒന്നും ഒഴിക്കുന്നില്ല. ഒരു 1/2 കപ്പ് വെള്ളം. പക്ഷെ നമുക്കിനി ഇത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് അടുത്ത ഘട്ടം പുട്ടിന് നനയ്ക്കാം. പുട്ടിന് നനച്ചു വരാം. അത് നല്ല ജോലിയാണ്, നമുക്ക് അറിയാന്നുള്ളതാണ്. അതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് അതുകൊണ്ട് ചേർക്കുമ്പോൾ എല്ലാം കുറേശ്ശെ ചേർത്താന്ന് വെച്ചാൽ പുട്ടിൻ്റെ മാവിലും ഉപ്പ് ചേർക്കും. നമ്മൾ ഇനി വഴറ്റുമ്പോൾ മസാലയിൽ ചേർക്കും, ചിക്കനിലും ചേർത്തിട്ടുണ്ട്. അപ്പം അധികം ആവാതിരിക്കും, കുറേശ്ശെ ചേർത്താൽ മതി. ആദ്യം മാവിൽ നന്നായിട്ട് ഉപ്പ് നനച്ചെടുക്കുക, അല്ലെങ്കിൽ അവിടെ കട്ടയായിട്ട് പോകും. ഇനി മൊത്തം മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒരു പകുതി തേങ്ങയുടെ ചേർക്കാം. നമ്മൾ തേങ്ങ ചുരണ്ടി വെച്ച പകുതി തേങ്ങ ചുരണ്ടിയത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. മാവി കൂടെ തന്നെ ചേർക്കും അല്ലേ? മതിയോ? കുറച്ച് ചേർക്കല്ലേ? പകുതി ആയില്ലായിരുന്നു അല്ലേ? എനിക്ക് ഇവിടുന്ന് കാണാത്തോണ്ട് പകുതി തേങ്ങ ചേർത്ത് പകുതി നമ്മൾ ബാക്കി വെച്ചിരിക്കുക.
ചിക്കൻ ഇവിടെ ഇങ്ങനെ ചൂടായി വെന്ത് വരുന്നുണ്ട്. ഇത് നനച്ചൊരു 10 മിനിറ്റ് നേരം വെക്കാം. അപ്പോഴേക്ക് ചിക്കൻ വെന്ത് വരും. പുട്ടിനുള്ള മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മലയാളി അമ്മമാർക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും അറിയുന്ന കാര്യമാണ്. അവരവരെ പുട്ട് നനയ്ക്കുന്ന രീതിയിൽ നനച്ചോളും. അപ്പോഴത്തേക്ക് നമുക്കിനി ഇത് വെള്ളം ചൂടാക്കാം. ഇല്ല, ഇപ്പം വേണ്ട, അത് ചിക്കൻ വെന്ത്. ഇനി അടുത്ത ഘട്ടം ഇനി ഇതൊക്കെ വഴറ്റിയാൽ മതി. ഇത് വെന്ത് കിട്ടണം, ഇനി വഴറ്റണം. വഴറ്റിയിട്ട് അതിലോട്ട് ഈ ചിക്കൻ ചേർക്കും. ചിക്കൻ ഇങ്ങനെ പോവാൻ റെഡിയായിട്ട് ഇരിപ്പുണ്ട് കുക്കറിൽ കിടന്ന്. ഇതിപ്പോൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു വീട്ടിൽ? ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി. വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നത്. അപ്പം ഇനി വേറെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ വകുപ്പില്ല ഇനി അടുത്ത റിസർച്ച് നടത്തുന്നതെന്നൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മുടെ രുചിഭേദത്തിൽ ഇങ്ങനെ ഓരോരോ പ്രോഡക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൽ നാടൻ ചിക്കൻ എടുക്കാതിരിക്കാൻ ഭേദമല്ലേ. നാടൻ ചിക്കനാണെങ്കിൽ കുറച്ച് നമ്മൾ ആരോഗ്യം കൂടുതലും ചിലവാക്കേണ്ടി വരും. ഇവിടെ ചിക്കൻ റെഡി. ഫസ്റ്റ് വിസിൽ വന്നോട്ടില്ല. ഇനി നമ്മുടെ ചിക്കൻ റെഡിയായി വരുന്നു. ഇത് എത്ര 2 വിസിലെടുത്താൽ മതി. അത്ര കുറച്ച് സമയം മതി നമുക്ക്. പേരിന് 2ആയി. 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ കളയേണ്ട ആവിയൊക്കെ ഇത് ഇരുന്ന് വേകട്ടെ, കുറച്ച് നേരം ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ്. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് റെഡിയായി. ആവിയൊക്കെ പോയി സൈലൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഇപ്പോൾ നല്ല വെന്ത് ഊറിയൊക്കെ ഇരിക്കുക. ഇനി എന്തോ ചെയ്യണ്ടേ? ഇനി ഇത് നമുക്ക് ആ സവാള ഇഞ്ചി എല്ലാം വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റാം അല്ലേ. നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് കിടക്കാം. 2 അല്ല 3 ആയില്ലേ? 2ാമത്തെ നമ്മൾ മാവ് ഇവിടെ നനച്ചു വെച്ചിട്ട് അത് മറന്നുപോയി. 3ാം ഘട്ടത്തിലേക്ക് കിടക്കാം. എണ്ണ വയ്ക്കട്ടെ. എണ്ണ ഒഴിക്കും. 2 സ്പൂൺ എണ്ണ. എല്ലാം കൂടെ ഇങ്ങോട്ട് നല്ല മൂപ്പിച്ചെടുക്കണോ? ഇനി ഇതിലൊന്ന് പൊടിച്ചെടുക്കണം ചിക്കനെ. മിക്സിയിൽ പൊടിക്കണം. മിക്സിയിലൊന്ന് കറക്കി. ഇപ്പം നമ്മൾ ആദ്യം ചിക്കൻ ഇവിടെ ലേശം വെള്ളം ഒഴിച്ചു. അതിനകത്ത് കുറച്ച് ഉപ്പും 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നന്നായി വേവിച്ചെടുത്തത്. 2-3 വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചു. അതിൻ്റെ ആവിയൊക്കെ വറ്റിയതിന് ശേഷം എടുത്തു. ഇനി ആ പീസസ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടിൻ്റെ മാവ് അറിയില്ല, വളരെ സോഫ്റ്റാണ്. അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് നമുക്ക് ഉടച്ചെടുക്കാം. ചെറുതാക്കണോ? ഒരൊറ്റ കറക്ക്. ഒരു കറക്ക് മതി. ആഹാ, നല്ല കീമ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല സോഫ്റ്റായി. ഇതിലായിട്ടില്ല. നല്ല അനുസരണമുള്ള ചിക്കനല്ല, ഒറ്റ കറക്കത്തിലൊക്കെ റെഡിയായി. വേവിച്ചെടുത്തോണ്ട് എളുപ്പമായി. ഇങ്ങനെയൊക്കെ കറക്കിയെടുക്കാനുള്ളതുകൊണ്ട് എല്ലില്ലാത്ത ചിക്കൻ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ ബ്ലേഡൊക്കെ പൊട്ടിപ്പോവും, നാവും പോവും നമ്മൾ പുട്ടിനൂടെ കഴിക്കുമ്പോൾ. ഇനി എന്തൊക്കെയാണ് ചേർക്കണ്ടേ? ഇതിലേക്ക് തേങ്ങയുടെ ചേർക്കാം. തേങ്ങയും
ഇതിൻ്റെ കൂടെ ചിക്കൻ്റെ ചിക്കൻ്റെ ഫുൾ ഇടണോ? ഇട്ടേത് നമ്മളപ്പം പുട്ടിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വയ്ക്കാൻ ഇല്ല വേണ്ട. അതിന് പകരമാണ് ചിക്കൻ വെക്കുന്നത്. ഓ, ചിക്കൻ ഫില്ലിങ്. ഓ, ഇത് പുതിയ ഐഡിയ. നമ്മളപ്പോൾ പകുതി തേങ്ങ നമ്മൾ മാവിൻ്റെ കൂടെ ചേർത്തിരുന്നു, ബാക്കി പകുതി നമുക്ക് ചിക്കൻ്റെ കൂടെ ചേർക്കാം. ചിക്കൻ മസാല. ഓക്കെ, ഇനി ചിക്കൻ ഗരം മസാല എത്രയാണ്? 1 സ്പൂൺ. 1 സ്പൂൺ ചിക്കൻ മസാല. ഇനി ഉപ്പ് വേണം? ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, മതിയോ? അപ്പോൾ ഈ ഉള്ളിക്കും ഇതിനൊക്കെ അത് മതി. അപ്പോൾ അത് കണക്കാക്കി ആദ്യം ഇട്ടു കേട്ടോ. ഓക്കെ, ഇപ്പം നല്ലൊരു തോരൻ പരുവായി. നമുക്ക് ഈ പരുവത്തിൽ വേണമെങ്കിൽ ചിക്കൻ തോരൻ പുതിയൊരു ഐറ്റം കൂടെ എടുക്കാം അല്ലേ? അല്ല, ചിക്കൻ ഒരു ബൗളിൽ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പാൻ നിറയെ ചിക്കനായി. അപ്പോൾ കുറച്ച് ചിക്കൻ വല്ല ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങാം. ഇത് മാറ്റാം. ഇനി പുട്ട് കൂടെ ഇത് എളുപ്പമായില്ലേ? പറഞ്ഞപ്പോൾ ഒരുപാട് ഘട്ടമൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നീണ്ട പ്രൊസീജിയറാണെന്നാണ് വിചാരിച്ചത്. ഇത് മാറ്റണ്ടേ? ഇതിൻ്റെ അകത്ത് നിറയ്ക്കണ്ടേ ഇനി? ഓക്കെ, വെള്ളം ആദ്യമേ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിവ് പറ്റുന്ന പോലെ കോമഡി സീരിയൽസൊക്കെ പറ്റും പോലെ ചില്ലിടാൻ മറന്നു പോയത്. പുട്ട് മേഖലയിൽ ചില്ലിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കിനി പുട്ട് ഫില്ല് ചെയ്യാം. മാവ് ആദ്യം ചിക്കൻ ചേർക്കാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചിക്കൻ. നമ്മൾ തേങ്ങ സാധാരണ ഇടും പോലെ ഇത് ആദ്യം ചിക്കൻ ഫില്ലിങ് ആണ്. ഇളക്കണം. അമർത്തി വെക്കില്ല അല്ലേ? ഇല്ല. അപ്പോൾ ലൂസായിട്ട് വെക്കുക, പ്രസ് ചെയ്യാതെ വെക്കാം. നമുക്ക് ഇതിൽ കുറച്ച് ഇങ്ങനെ വെക്കാം, നല്ല ഭംഗി വരുന്നുണ്ട്. അടപ്പിൻ്റെ അകത്ത് അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ വീഴില്ലേ? ഭയങ്കര എക്സ്പേർട്ടാണ് പുട്ട് മേക്കുന്നത്. ഇനി ഇത് എത്ര മിനിറ്റ് വെക്കണം? നമ്മൾ സാധാരണ നന്നായിട്ട് എല്ലാ സൈഡും കിഴുത്ത വഴിയെല്ലാം ആവി വന്ന് ഒരു 2 മിനിറ്റ് എടുക്കാം. നോർമൽ ടൈം മതിയോ അതോ കുറച്ച് മതി? അത് മതി. കാരണം എല്ലാം വെന്തിരിക്കും. വെന്തതുകൊണ്ട് നമുക്കിനി പുട്ട് മാത്രം വെന്തിട്ടാൽ മതി. പുട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂട് ചിക്കൻ, നമുക്കല്ല എനിക്ക് കഴിക്കാൻ പറ്റും ചൂട് ചിക്കൻ പുട്ട്. അപ്പം കൊതി പറഞ്ഞവർ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, വേഗം നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് പ്രധാനമായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ്റെ നല്ല ദശയുള്ള കഷ്ണങ്ങൾ, അതിൽ എല്ലാം ഒട്ടും ഇല്ലാണ്ട് കൊച്ചു കൊച്ചു പീസസ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ സാധാരണ അരിമാവിന് പുട്ട് ഉണ്ടാക്കാനായിട്ടും എടുക്കുന്ന പുട്ടുപൊടി, ആ പൊടി ഒരു 1-1.5 കപ്പ് പൊടി എടുക്കുക. പിന്നെ വെള്ളം, ഒരു തേങ്ങ കഷ്ണത്തിൻ്റെ മുഴുവൻ ചുരണ്ടി വെച്ചത്, ഗരം മസാല, കുരുമുളക്, ഉപ്പ്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, കുറച്ച് കരിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൽ ചേരുവകളായിട്ട് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ നമ്മളൊരു കുക്കറിലെടുത്തു, 1 കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും 1 സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു. കുക്കർ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതിന് ചിക്കൻ പീസസ് എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അത് ഒരു കറക്ക് അടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് അതങ്ങ് മഷി പോലെ അരിഞ്ഞു പോലും ഒന്ന് കറക്കി എടുക്കാനും പറ്റും, നല്ല തുരുതുരാന്നായിട്ട് കിട്ടും. ഈ ഒരു പോർഷൻ ആകുമ്പോൾ ആദ്യത്തെ ഘട്ടമായി. 2ാം ഘട്ടം നമ്മൾ മാവെടുക്കുക. പുട്ടുമാവിൽ വെള്ളം അത്യാവശ്യത്തിന് ഉപ്പും ചേർത്ത് പകുതി തേങ്ങ, നമ്മൾ സാധാരണ തേങ്ങ പുട്ടിൻ്റെ മേളിലും താഴെയും വയ്ക്കാറുള്ളൂ, പക്ഷേ ഇതിൽ
നമ്മൾ പുട്ടിൻ്റെ കൂടെ തന്നെ മാവിൻ്റെ കൂടെ തന്നെ പകുതി തേങ്ങ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കുന്ന സമയം നമുക്ക് വെറുതെ നിൽക്കേണ്ട, നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. വേറൊരു പാൻ എടുക്കുക. പാനിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഇവിടെ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിൽ ലേശം ഇഞ്ചിയും ഇടുക. ഇഞ്ചി ഒന്നും പച്ചപ്പം മാറി മൂത്ത് തുടങ്ങുമ്പോൾ വെളുത്തുള്ളി ഇടുക. അതും ഒന്ന് പച്ചപ്പം മാറി കഴിയുമ്പോൾ സവോളയും കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് വഴറ്റി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച ഒന്ന് കറക്കി മിക്സ് ചെയ്ത് കറക്കി, അരച്ചെന്ന് പറയാൻ പറ്റില്ല, കറക്കി വെച്ച ചിക്കൻ പീസസ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റിയെടുത്ത് വെച്ചാണ് ഈ കാണുന്ന പരുവം. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പുട്ട് മേക്കറിൽ വെള്ളം ഒഴിച്ച് ചില്ലിട്ടിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ആദ്യം ചിക്കൻ്റെ ഈ വാർത്ത ചിക്കൻ ഒരു ചിക്കൻ തോരൻ പരുവത്തിലായിരിക്കുന്നത്. ഇത് 2 സ്പൂൺ ചേർക്കുക. പിന്നെ മാവ് നമ്മൾ നനച്ച് വെച്ച മാവ് ചേർക്കുക. വീണ്ടും ചിക്കൻ, വീണ്ടും മാവ്, വീണ്ടും ചിക്കൻ, അങ്ങനെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇപ്പം എന്താ ഇത് സ്റ്റീം വന്നിരിക്കാം. ഇത് സ്റ്റീമിൻ്റെ വരേണ്ട അളവെന്ന് വെച്ചാൽ എല്ലാ കിഴത്തേ കൂടെ നിറയെ ആവി വരണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് നല്ല ചൂടോടെ വേവണം. മാവ് ഫില്ല് ചെയ്യുമ്പോൾ അമർത്തി വെച്ചിട്ട് ചെയ്യരുത്, വളരെ ലൂസായിട്ട് കോരി തന്നെ ഇടണം. അപ്പോഴത്തേക്കും എല്ലായിടത്തും കൂടെ ആവി കയറി നന്നായിട്ട് പുട്ടോട്ടായി വരും. അപ്പം നമ്മൾ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. നമ്മൾ സാധാരണ എന്താ പറയുക, അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും പോലെ വലിയ സ്ട്രോങ് പുട്ടല്ല, വളരെ സോഫ്റ്റ് പുട്ടാണ്. അതുകൊണ്ട് തന്നെ എടുത്തപ്പോഴത്തേക്ക് നല്ല പതിച്ചു. അത് നമുക്കിത് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യാം. ഇത് 3 ലെയറായിട്ട്, ആദ്യം ചിക്കൻ, പിന്നെ മാവ്, പിന്നെ ചിക്കൻ, ഇതായിട്ട് റെഡിയായി. ഇനി എല്ലാം കൂടെ കൂട്ടി കുഴച്ച് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചൂടോടെ തട്ടിവിടുക. അപ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു പുതിയ ചിക്കൻ പുട്ടിനോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം.